വർഷങ്ങൾ നീണ്ട വിജയുടെ വിവാഹ ജീവിതം അവസാനിക്കാനുള്ള തീരുമാനത്തിലാണ് വിജയും സംഗീതയും. വിവാഹമോചനം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്ത സംഗീതയാണ്. മ്യൂച്വൽ ലവേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. അതാണ് ഇങ്ങനെയൊരു തീരുമാനം എന്നും അവർ വ്യക്തമാക്കിയിരുന്നു. വിവാഹം മുതൽ ഇതുവരെയുള്ള ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ ഹർജിയിൽ വിവരിക്കുന്നുണ്ട്. വിജയിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം നല്ലൊരു പിതാവും ഭർത്താവും കുടുംബനാഥനുമായിരുന്നു കരുതിയത്. തികച്ചും ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു ആരാധകരുടെ പ്രതികരണവും. മറ്റൊരു നടിയുമായി പ്രണയത്തിലാണ് അദ്ദേഹം എന്ന് വർഷങ്ങളായി ഇരുവരുടെയും ബന്ധം തുടങ്ങിയിട്ട് എന്നും സംഗീതയുടെ പരാതിയിൽ വ്യക്തമായിരുന്നു. ആ നടി തൃശയാണെന്നായിരുന്നു ചോദ്യങ്ങൾ. സ്ക്രീനിൽ ഇരുവരും ഒന്നിച്ചപ്പോഴെല്ലാം ഗംഭീര വിജയമായിരുന്നു. ആ കെമിസ്ട്രി ജീവിതത്തിലും ഇവർ നിലനിർത്തിയോ എന്നതാണ് സംശയം. ഓഡിയോ ലോഞ്ചിലും താരവിവാഹങ്ങൾക്കുമെല്ലാം ഇരുവരും ഒന്നിച്ചെത്തിയത് വീണ്ടും ചർച്ചയായിരുന്നു. വിജയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന തൃശയുടെ വീഡിയോകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയത് ഇപ്പോഴാണ്. വർഷങ്ങളായുള്ള ബന്ധമാണ് ഞങ്ങളുടേത്. ആദ്യം പരിചയപ്പെടുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും. നല്ലൊരു വെക്കേഷൻ പോയി വന്നതുപോലെയാണ് അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുമ്പോൾ തോന്നിയിരിക്കുന്നത് എന്ന് തൃശ്യ ഈയിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഹപ്രവർത്തകർ എന്നതിലുപരി അടുപ്പമുള്ളവരാണ് ഇരുവരും എന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ഇതിൽ വ്യക്തമായ കാര്യങ്ങൾ എന്താണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സംശയങ്ങൾ ഇന്നും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തൃശ്യയാണോ ആ ഒരു നടി എന്നും വിജയുടെ ഭാര്യ സംഗീത എന്താണ് കാര്യമായി ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരുപാട് സംസാര വിഷയങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നിരുന്നാലും ആരാധകരോ പാർട്ടി പ്രവർത്തകരോ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയൊരു അടി തന്നെയാണ് വിജയ്ക്ക് ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നിരുന്നാലും അവരുടെ പേഴ്സണൽ ലൈഫ് ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ബാധിക്കാതിരിക്കട്ടെ എന്നാണ് ആരാധകരും പറയുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായമെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തക്കും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.